വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനും ഇക്കായും മോളും കൂടെ ഒരു സ്ഥലത്ത് പോകാനായിട്ട് ഇങ്ങനെ റെഡിയായി നിൽക്കാൻ കേട്ടോ. അപ്പോൾ നമ്മൾ അന്തുക്കുട്ടനെ കൊണ്ടുപോയില്ല. അന്തുക്കുട്ടനെ ഉമ്മയെ ഏൽപ്പിച്ചിട്ടാണ് പോണത്. അത് കണ്ട് ഇങ്ങനെ സങ്കടം, നമ്മൾ പോകുന്ന റെഡിയായി ഇങ്ങനെ ഇറങ്ങുമ്പോൾ അവൻ ഇങ്ങനെ നോക്കും കേട്ടോ. മനസ്സിലാവും നല്ലോണം ഇങ്ങനെ നോക്കിയിരിക്കും, എന്നെ കൊണ്ടുപോകാത്തെന്തെന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കും. അത് കാണുമ്പോൾ സങ്കടം തോന്നും. പിന്നെ നമ്മൾ ബൈക്കിലാണ് പോയത്, അതുകൊണ്ട് തന്നെ മോനെയും കൂടെ വെച്ചുകൊണ്ട് പോകാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ടുപോകാത്തതാണ്. അപ്പോൾ നമ്മൾ അന്തുക്കുട്ടനെ കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ടുപോകാത്തതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ സോലിക്കുട്ടിക്കാണെങ്കിൽ എവിടെയെങ്കിലും പോകണമെന്ന് പറഞ്ഞാൽ പിന്നെ ആഹാരം വേണ്ട, വെള്ളം വേണ്ട, അങ്ങ് പോയാൽ മതി. നേരെ ഒരുങ്ങി നിൽക്കും, പോവാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവൾ ആ സന്തോഷം കണ്ട. അപ്പോൾ നമ്മളിതാ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ വാപ്പച്ചി വന്നതിന് ശേഷം പിന്നെ സ്കൂളിൽ പോകാൻ ഭയങ്കര മടിയാണ് കേട്ടോ. അല്ലെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് സ്കൂളിൽ പോകാൻ. ഒരു ദിവസം വീട്ടിൽ നിൽക്കണമെന്ന് ഇഷ്ടമല്ല. കാരണം ഇതിപ്പം അവൾ സ്കൂളിൽ പോയാൽ നമ്മൾ വേറെ എവിടെയെങ്കിലും പോകണമെങ്കിലാന്നുള്ളൊരു പേടി. അതുകൊണ്ട് എന്ന് രാവിലെ പോകും, എന്നെ സ്കൂളിൽ വിട്ടിട്ട് നിങ്ങൾക്ക് വേറെ എവിടെയെങ്കിലും പോകാനല്ലേ എന്ന് പറയും. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ നമ്മളിതാ ഫ്രൂട്ട്സൊക്കെ വാങ്ങാനായിട്ട് കയറിയിരിക്കുന്ന ആ സമയത്ത് സോലിക്കുട്ടി മറ്റേ ഒരു ജെല്ല് കണക്കത്തെ ഒരു മിഠായി ഉണ്ട്, പണ്ടൊക്കെ നമ്മൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ മാങ്ങയുടെ ഫ്ലേവറിലുള്ള. അതൊക്കെ എടുത്തിട്ട് ഇങ്ങനെ വായിലിട്ട് പിന്നും തുപ്പി പിന്നും എടുത്ത് ഒരു കുഞ്ഞ് സ്പൂണെല്ലാം ഉണ്ടായിരുന്നു, അങ്ങനെയൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മളിതാ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് കേട്ടോ നാത്തൂൻ, എൻ്റെ ഇക്കാടെ കുട്ടിമാരുടെ മോളാണ്. അപ്പോൾ നമ്മൾ അവിടെ എത്തി. അവരുടെ വീട്ടിലെ മുറ്റത്തൊക്കെ ഇഷ്ടം പോലെ ചെടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവൾ പറഞ്ഞു എന്നെ വീഡിയോയിലൊന്നും ഇടല്ലേ എന്നൊക്കെ പറഞ്ഞ് ഞാൻ ജസ്റ്റ് ഒന്ന് പിടിച്ചെന്നേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരുപാട് ചെടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഇവിടെ ഇങ്ങനെ ആമ്പൽക്കുളവും അതിനകത്ത് കുറച്ച് ഗപ്പി കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കാണാനായിട്ട് ഇങ്ങനെ പോയതാണ്. നമ്മൾ സോറിക്കുട്ടി ഇങ്ങനെ അതിൽ കുഞ്ഞായിട്ട് ഇങ്ങനെ ചെറിയായിട്ട് അനങ്ങുന്നതുണ്ടോ, ഗപ്പി കുഞ്ഞുങ്ങളാണ്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടൊക്കെ നിൽക്കുകയാണ്. പിന്നെ അവിടെയൊക്കെ ഇങ്ങനെ നല്ലൊരു പച്ചപ്പ്, നല്ല ചെടികളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നല്ല ഭംഗിയാണ് കാണാൻ. അപ്പം അതിൻ്റെ ഇടയിലൊക്കെ ഇങ്ങനെ കറങ്ങി നടക്കുകയായിരുന്നു പാപ്പയും മോളും നമ്മളെല്ലാവരും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ ഒരു ആമ്പലം ഉണ്ടായിരുന്നു കേട്ടോ. ഇത് ആമ്പലല്ല താമര. അത് പൂത്തില്ല, താമര മുട്ട വന്ന് നിൽക്കുകയാണ്. അപ്പോൾ നല്ല വലിയ താമര, നല്ല റോസ് കളറുള്ള താമര എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. അത് കഴിഞ്ഞിട്ട് ബേക്ക് സൈഡിൽ മൽബറി ഉണ്ടായിരുന്നു. അപ്പോൾ മൽബറിയിൽ നോക്കിയപ്പോൾ 2-3 മൽബറി പഴുത്ത് നിൽക്കുകയായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ നമ്മളെ സോലിക്കുട്ടിക്ക് പിന്നെ അത് വേണമെന്നായി. അങ്ങനെ അതൊക്കെ പറിച്ച് അതിൽ 2 ഞാൻ കഴിക്കാൻ എടുത്തപ്പോൾ അവൾ ഇങ്ങനെ പിണങ്ങി നിൽക്കുകയാണ് കേട്ടോ, എനിക്ക് തരാതെ ഉമ്മി എടുത്തെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഞാൻ എടുത്തതും കൂടെ അവൾക്ക് കൊടുത്ത്. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കണം കേട്ടോ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി വന്നിരിക്കും. ബൈ.